നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ 5 ദിവസം പിന്നിട്ടിരിക്കുന്ന സിനിമ റിലീസ് ചെയ്തിട്ട് അപ്പോൾ 5 ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയാണ്. ഞായറാഴ്ച ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തിയ സിനിമ തിങ്കളാഴ്ചയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറയുകയുണ്ടായി, ചിത്രത്തിന് പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം നടന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇനി ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടും കാര്യമില്ല, കാരണം ഒരാഴ്ച ആവുന്നു. ഇപ്പോ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ആ സിനിമയുടെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ കാണുന്നവരെല്ലാം തന്നെ ആ സിനിമ പോയി കാണാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോഷൻ കൊണ്ടുണ്ടാവുന്നത് ഈ ആദ്യത്തെ 4 ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു തള്ളിക്കയറ്റമായിരുന്നു. എന്നാൽ ആ ഒരു തള്ളിക്കയറ്റം ഈ പ്രൊമോഷൻ ഇല്ലായ്മ കൊണ്ട് തന്നെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഏകദേശം 6,40,00,000 രൂപയോളമാണ് ആദ്യത്തെ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയത് എന്നുള്ള കണക്കാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ആ ഒരു 6 കോടിക്ക് മുകളിലുള്ള ആ ഒരു തുക എന്ന് പറയുന്നത് ഈ പ്രൊമോഷൻ ഇല്ലാതെ കിട്ടിയതാണ്. പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ അതൊരു 10 മുതൽ 15 വരെ വന്നേനെ. ഈ സിനിമ ഒരു എന്താ പറയാ, ഈ ഒരു മാസ് മസാല കാറ്റഗറിയിൽ പെടാത്ത ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ പൊതുവെ അങ്ങനെയുള്ള സിനിമകൾക്ക് കുറവാണ് കളക്ഷൻ കിട്ടാറ്. മമ്മൂട്ടി ചിത്രങ്ങൾക്ക് മാസ് മസാല അല്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള കളക്ഷനാണ് കിട്ടാറ്. ആ ഒരു കളക്ഷൻ തന്നെയാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി പ്രൊമോഷൻ കൊടുക്കാതിരുന്നത്. കാരണം ഇനി ഇതിനും പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ വീണ്ടും ഒരു 4-5 കോടി രൂപയോളം ഇറക്കി പ്രൊമോഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മാസ് മസാല ചിത്രമായിരിക്കണം. അപ്പൊ ഈ പടത്തിന് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കളക്ഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാവണം അദ്ദേഹം അതിന് മുതിരാതിരുന്നത് എന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇല്ലായ്മ കൊണ്ട് ഈ സിനിമ വലയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫക്ട് വരാൻ പോകുന്നത് വർക്കിംഗ് ഡേയ്സിലേക്ക് കടക്കുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വർക്കിംഗ് ഡേ ഇന്നലെ ആയിരുന്നു. എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഇന്നലെ കിട്ടിയ ആ കണക്ക്, അതായത് തിങ്കളാഴ്ചത്തെ കണക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ഒരു 10 മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ചേഞ്ചസ് ഇതിനകത്ത് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് കളക്ഷൻ കുറവായതുകൊണ്ട് തന്നെ 10-15 ലക്ഷം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് 5-6 ലക്ഷം രൂപയുടെ വ്യത്യാസമായിരിക്കും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടുമ്പോൾ നല്ല ഒരു തുക, 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും കൂടി, അതായത് ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷനും കൂടി ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടുമ്പോൾ എത്രയുണ്ട് ഈ സിനിമ നിലവിൽ എത്തി നിൽക്കുന്നത്, ഏത് പൊസിഷനിലാണെന്ന് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നാം ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 1,75 ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ 31.43% ഇടിവ് കളക്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. 1,20 ലക്ഷം രൂപയായിട്ട് അതിന്റെ കളക്ഷൻ കുറയുന്നുണ്ട്. മൂന്നാം ദിവസത്തിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ 37.50% ഒരു ഉയർച്ച അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1,65 ലക്ഷം രൂപയായിട്ടാണ് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്നത് ഈ ഒരു ഘട്ടത്തിൽ, അതായത് മൂന്നാം ദിവസത്തേക്ക് കടക്കുമ്പോൾ. നാലാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും 9.9% ഉയർച്ച നമുക്ക് കളക്ഷനിൽ കാണാൻ സാധിക്കും. 1,80 ലക്ഷം രൂപയായിട്ടാണ് ഞായറാഴ്ചത്തെ കളക്ഷൻ വന്ന് നിൽക്കുന്നത്. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി തിങ്കളാഴ്ചയിലേക്ക് കടക്കുന്ന സമയത്ത്, തിങ്കളാഴ്ചയുടെ കാര്യത്തിലേക്ക് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് തിങ്കളാഴ്ച ഈ സിനിമ എത്ര കളക്ഷൻ നേടിയെന്ന് നോക്കിയാൽ 50 ലക്ഷം രൂപ എന്നുള്ള കണക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറും 50 ലക്ഷം രൂപ മാത്രമാണ് തിങ്കളാഴ്ച ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ, അതായത് കഴിഞ്ഞ ഒന്നാം ദിവസം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഈ കളക്ഷന്റെ ഈ പോക്ക് കാണുമ്പോൾ നമുക്ക് രണ്ടാം വാരത്തിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഈ പറഞ്ഞ 1 കോടിക്ക് താഴേക്ക് കളക്ഷൻ വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അത് കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു. 50 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ വന്നിരിക്കുന്നു. ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് മമ്മൂട്ടി ചിത്രങ്ങളിലേക്ക് കളക്ഷൻ 1 കോടിക്ക് താഴോട്ട് വരുന്നത് രണ്ടാം വാരത്തിലാണ്. അല്ല എന്നുണ്ടെങ്കിൽ പടം പരാജയമായിരിക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കിട്ടിയ പടമായിരിക്കണം. ഇത്
അങ്ങനെയൊന്നുമല്ല. പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ചിത്രം, ഒരു വിജയ ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം, സബ്ജക്റ്റ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റേ ബഡ്ജറ്റ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. പക്ഷെ എന്നിരുന്നാൽ പോലും 5-ാം ദിവസം ആദ്യത്തെ തിങ്കളാഴ്ച തന്നെ ചിത്രം 1 കോടിക്ക് താഴോട്ട് വീണിരിക്കുന്നു. അതും ഈ പറഞ്ഞ പ്രൊമോഷൻ തന്നെയാണ്. ഇനി അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ തിങ്കളാഴ്ച 50 ലക്ഷത്തിലേക്ക് വീണ സിനിമ ഈ വരുന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ച വരെ ഈ സിനിമയുടെ ഈ ഒരു വീഴ്ച തുടർന്നുകൊണ്ടിരിക്കും. ഇനി എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ ചൊവ്വാഴ്ചത്തെ കണക്ക് ചെറിയ രീതിയിൽ ഒരു ഉയർച്ച കാണാറുണ്ട്. എന്നിരുന്നാൽ പോലും ഈ 50-ൽ നിന്ന് ഒരു 55-ലേക്കൊക്കെ എത്താനാണ് സാധ്യത. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഈ 50 ലക്ഷത്തിലേക്ക് താഴോട്ട് കണക്ക് പോവാനാണ് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് അല്ലെങ്കിൽ ഇതുവരെ കളക്ഷൻസ് നോക്കിയത് കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ 50 ലക്ഷം രൂപയ്ക്ക് താഴോട്ട് വീഴും. ചൊവ്വാഴ്ച സാധാരണ കാണുന്നത് ഒരു ചെറിയൊരു ഉയർച്ച കാണാറുണ്ട്. കാരണം ഈ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാ ഓഫീസുകളൊക്കെ ലീവ് ആയതുകൊണ്ട് എല്ലാവരും തിങ്കളാഴ്ചത്തേക്ക് കാര്യങ്ങളൊക്കെ, ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് തിങ്കളാഴ്ച കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് പോകുന്നത് കൊണ്ട് സിനിമ കാണാനുള്ള ആളുകളുടെ എണ്ണത്തിൽ ചെറിയൊരു ഇടിവ് സംഭവിക്കാറുണ്ട്. അത് തന്നെയായിരിക്കണം തിങ്കളാഴ്ച കളക്ഷൻ പെട്ടെന്ന് താഴോട്ട് വീഴുന്നത്. എന്നാൽ ചൊവ്വാഴ്ച ചെറിയൊരു മാറ്റം കാണാറുണ്ട്. എന്നിരുന്നാൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിലും ഈ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സിനിമ ഈ വെള്ളിയാഴ്ച വന്ന് നിൽക്കുന്നത് മിക്കവാറും 35 ലക്ഷം രൂപയിലൊക്കെ ആയിരിക്കാം. ആ ഒരു രീതിയിലായിരിക്കും ഇടിയുന്നത്. എന്നിരുന്നാൽ പോലും ശനി ഞായർ ദിവസങ്ങളിൽ വീണ്ടും കയറും. ഇനി 1 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറാനുള്ള ഒരേ ഒരു സാധ്യത കാണുന്നത് അടുത്ത ഞായറാഴ്ച മാത്രമാണ്. ശനിയാഴ്ച പോലും എനിക്ക് തോന്നുന്നില്ല 1 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കയറുമെന്നുള്ളത്. എന്ന് കരുതി ചിത്രത്തിന് പൊതുവെ കളക്ഷൻ കുറവാണെന്ന് ആരും കരുതരുത്. വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് ഇതുവരെ കേരളത്തിൽ നിന്ന് ഈ 5 ദിവസം കൊണ്ട് നേടിയിരിക്കുന്ന 6,90,00,000 രൂപയാണ്. 6,90,00,000 രൂപ ചിത്രത്തിന് 5 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള ഒരു കണക്കല്ല. ഇനി ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യ ദിവസത്തെ കണക്ക് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. 55 ലക്ഷം രൂപ ആദ്യ ദിവസം ഇന്ത്യക്ക് കേരളത്തിന് പുറത്തു നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു. അത് മാത്രമാണ് നമുക്ക് ഇന്ത്യയിലെ കണക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൂടി കൂട്ടുന്ന സമയത്ത് ഇന്ത്യക്കകത്ത് നിന്ന് 5 ദിവസം കൊണ്ട് 7,45,00,000 രൂപ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്കല്ല 7,45,00,000 എന്ന് പറയുന്നത്. കാരണം 4 ദിവസത്തെ കേരളത്തിന് പുറത്തുള്ള 4 ദിവസത്തെ കണക്ക് നമുക്ക് ലഭ്യമാവാനുണ്ട്. എന്നിരുന്നാലും അത് അധികമൊന്നും വരത്തില്ല. ഇപ്പോൾ 7,45,00,000 രൂപ ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടി എന്ന് പറയുന്ന ചിത്രത്തിന് ഒരു 8 കോടി മുതൽ 8,15 കോടി രൂപ വരെ മാത്രമായിരിക്കും ഓൾ ഇന്ത്യ കണക്ക് കൃത്യമായിട്ട് വരികയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പൊതുവെ അങ്ങനെയാണ് മലയാള സിനിമകളുടെ. ഇപ്പൊ അതിനകത്തൊരു അപവാദമായിട്ട് വന്നത് മാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കേരളത്തിൽ നിന്ന് 6,90 കിട്ടിയ സിനിമയ്ക്ക് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം 7,45,00,000 രൂപ ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടിയപ്പോൾ ഓവർസീസിൽ നിന്ന് 5 ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് 7,05,00,000 രൂപയാണ്. 7,05,00,000 രൂപ ഈ പറഞ്ഞ ഓവർസീസിൽ നിന്ന് 5 ദിവസം കൊണ്ട് കിട്ടിയെന്ന് പറയുന്നത് നല്ല ഒരു തുക തന്നെയാണെന്ന് ഓർക്കുക. കാരണം കേരളത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ 6,90,00,000 രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയപ്പോഴാണ് 7,05,00,000 രൂപ ഇന്ത്യക്ക് പുറത്തു നിന്ന് മാത്രമായിട്ട് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. പൊതുവെ കണക്കുകൾ നോക്കുമ്പോൾ 14,50,00,000 രൂപയാണ് ഇതുവരെ ഈ ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ സാധിച്ചത്. 5 ദിവസം കൊണ്ട് 14,50,00,000 രൂപ നേടിയ ഈ ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻസ് ഒരു 30-ൽ താഴെ ഒരു 25 ലെവലിൽ വന്ന് നിൽക്കുമെന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ. നിങ്ങളുടെ കാൽക്കുലേഷൻ എത്ര വരും എന്നുള്ളതും കൂടി താഴെ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.